പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും ഏറെ മികവ് പുലർത്തിയിരുന്ന ഷറഫുന്നീസയുടെ കല്യാണം 9ാം ക്ലാസ്സിലെ കൊല്ലപരീക്ഷ കഴിഞ്ഞതോടെ നടന്നു. ഇതോടെയാണ് പഠനം മുടങ്ങിയത്. പിന്നീട് പഠിക്കാനുള്ള ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടന്നു. തന്റെ 3 മക്കളെയും നന്നായി പഠിപ്പിച്ചു. കൂട്ടത്തിലിരുന്ന് ഷറഫുന്നീസയും പഠിച്ചു. മൂത്ത പെൺകുട്ടി BPT കഴിഞ്ഞ് ഇപ്പോൾ കുടുംബസമേതം അമേരിക്കയിലാണ്. രണ്ടാമത്തെ മകൻ പെട്രോളിയം എഞ്ചിനീയറിംഗിൽ M.Tech, ഇളയവൻ കമ്പ്യൂട്ടർ സയൻസിൽ B.Tech. അവരെ പഠിപ്പിക്കുമ്പം ഞാനും കൂടെ എനിക്കും കുറേ അറിവ് കിട്ടി. ഞാനും കൂടെ പഠിച്ചിരുന്നു. പിന്നെ വലിയ ക്ലാസ്സിലെത്തിയപ്പോൾ കുട്ടികൾ പിന്നെ എനിക്ക് ഇംഗ്ലീഷ് മീഡിയം ആയതുകൊണ്ട് എനിക്ക് പഠിപ്പിക്കാൻ പറ്റാതായി. പഠിക്കാനുള്ള ആഗ്രഹം തിരിച്ചറിഞ്ഞ സാവിത്രി ടീച്ചറാണ് തുല്യതാ പരീക്ഷ എഴുതാനുള്ള സൗകര്യമൊരുക്കിയത്. ഭർത്താവും മക്കളും പൂർണ്ണ പിന്തുണയും നൽകി. 5 വിഷയങ്ങളിൽ A+ഉം 2 Aയും 1 B+ഉം 1 Bയും അടക്കം മിന്നുന്ന വിജയമാണ് ഷറഫുന്നീസ നേടിയത്. ഇത്തവണ പരീക്ഷയ്ക്ക് തയ്യാറാവുന്ന കുട്ടികൾക്കുള്ള ഷറഫുന്നീസയുടെ ഉപദേശം ഇതാണ്: അന്നന്ന് പഠിപ്പിച്ചത് അന്നന്ന് പഠിച്ചാലേ നമുക്ക് ഫുൾ മാർക്കിലേക്ക് എത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പരീക്ഷാ ടൈമിൽ മാത്രമാണ് പഠിക്കുന്നതെങ്കിൽ അത് പാസ് മാർക്ക്, ആവറേജ് മാർക്ക് കിട്ടാൻ പറ്റും. വായനയെയും പഠനത്തെയും ഏറെ സ്നേഹിക്കുന്ന ഷറഫുന്നീസയുടെ ഇഷ്ടവിനോദം യാത്രകളാണ്. ഇതുവരെയായി 15ഓളം രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട്. ഷഫീഖ് നസ്രുള്ള, മീഡിയ 1, കാസർഗോഡ്.